ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2017 നടന്നിട്ടുള്ള LSTDയുടെ ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2വിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ദ ഡിവൈസ് പ്രൊവൈഡഡ് ഇൻ എ ട്രാപ്പ് ടു പ്രിസർവ് ഇറ്റ്സ് വാട്ടർ സീൽ ഈസ്. ഇത് സാനിറ്ററി എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, ട്രാപ്പുകളിൽ വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി വാട്ടർ സീൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ക്ലോസറ്റിൽ ഒരു ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ട്രാപ്പിൽ വെള്ളം തങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതങ്ങനെ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ക്ലോസറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, അത് സോയിൽ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പൈപ്പ് സെപ്റ്റിക് ടാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സെപ്റ്റിക് ടാങ്കിന് അകത്ത് നിന്നുള്ള ഫൗൾ ഗ്യാസസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് ഓപ്പണിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ആ ഫൗൾ ഗ്യാസസ് പുറത്തോട്ട് വരും. സോ അങ്ങനെ ഫൗൾ ഗ്യാസസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫൗൾ ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, വാട്ടർ സീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ സാധാരണ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ക്ലോസറ്റിൽ നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള വെള്ളം എന്ത് ചെയ്യണം, സോയിൽ പൈപ്പിലൂടെ ട്രാവൽ ചെയ്ത് സെപ്റ്റിക് ടാങ്കിലെത്തുകയാണ്. അപ്പം അങ്ങനെ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് അവിടെ കെട്ടി നിൽക്കുന്ന ആ വെള്ളം, അതായത് വാട്ടർ സീൽ എന്നുള്ളത് ആ ഫ്ലഷ് ചെയ്യുന്നതോടുകൂടി പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പ്രോബ്ലം വീണ്ടും എറൈസ് ചെയ്യും. എങ്ങനെ, ഫൗൾ ഗ്യാസസ് ക്ലോസറ്റിനകത്തൂടെ പുറത്തോട്ട് വരും. സോ അതൊഴിവാക്കാൻ വേണ്ടി ആ വാട്ടർ സീലിനെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട്, നമുക്കറിയാം ഈ ലിക്വിഡിനകത്തൂടെ അല്ലെങ്കിൽ വാട്ടറിനകത്തൂടെ എന്ത് ചെയ്യില്ല, ഫൗൾ ഗ്യാസസ് നമ്മളുടെ ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്കോ ഒന്നും എന്ത് ചെയ്യില്ല, വരില്ല. അപ്പോൾ ആ വാട്ടർ സീലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ പൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ പൈപ്പിനെയാണ് നമ്മൾ ആൻറ്റി സൈഫണേജ് പൈപ്പ് എന്ന് പറയാം. അപ്പോൾ ട്രാപ്പിൽ വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻറ്റി സൈഫണേജ് പൈപ്പാണ്. ഇനി എങ്ങനെയാണ് ഈ ആൻറ്റി സൈഫണേജ് പൈപ്പ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആൻറ്റി സൈഫണേജ് പൈപ്പിൻ്റെ ഒരെൻഡ് അറ്റ്മോസ്ഫിയറിലോട്ട് തുറന്നിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഫ്ലഷ് ചെയ്യുന്നതോടുകൂടി ആ വാട്ടർ സീൽ ബ്രേക്ക് ആവുകയും ആ വെള്ളം സെപ്റ്റിക് ടാങ്കിലേക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, പ്രഷർ റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആൻറ്റി സൈഫണേജ് പൈപ്പ് അറ്റ്മോസ്ഫിയറിലോട്ട് തുറന്നിരിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ആ പ്രഷർ കൂടുതലായിരിക്കും അല്ലേ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ ലോവർ കോൺസെൻട്രേഷനിലേക്ക് സഞ്ചരിക്കുകയും അത് എന്ത് ചെയ്യും, ഈ വാട്ടർ സീലിൻ്റെ അവിടെ എന്ത് ചെയ്യും, ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വലൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന വെള്ളം അറ്റ്മോസ്ഫിയറിക് പ്രഷർ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇക്വലൈസ് ചെയ്യുമ്പോൾ അവിടെ വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻറ്റി സൈഫണേജ് പൈപ്പാണ്. എന്നാൽ എന്താണ് ഈ വെന്റ് പൈപ്പ്? വെന്റ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ പൈപ്പിൽ എന്തുണ്ടാവും, ഫൗൾ ഗ്യാസസ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ആ ഫൗൾ ഗ്യാസസ് കൂടുതലായിട്ട്, ആ ഗ്യാസ് എന്താണ് കൂടുതലായിട്ട് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പൈപ്പൊക്കെ എന്ത് ചെയ്യും, ബേസ്റ്റ് ചെയ്യും. സോ അങ്ങനെ പ്രഷർ ഒഴിവാക്കാൻ വേണ്ടി, അങ്ങനെ ആ അധികം വരുന്ന പ്രഷറിനെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫൗൾ ഗ്യാസുകളെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പൈപ്പ് സോയിൽ പൈപ്പിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ പൈപ്പിനെയാണ് നമ്മൾ വെന്റ് പൈപ്പ് എന്ന് പറയാം. അപ്പോൾ ഈ വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഫൗൾ ഗ്യാസ് ആണ് പുറത്തു വരിക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെന്റ് പൈപ്പ് എപ്പോഴും നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ റൂഫിനേക്കാളും 1 മീറ്റർ ഉയരത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വെന്റ് പൈപ്പ് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫൗൾ ഗ്യാസസ് നമ്മുടെ താഴത്തൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, പരക്കുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി റൂഫിൽ നിന്ന് 1 മീറ്റർ റൈസ് ചെയ്തിട്ടായിരിക്കും വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി വാട്ട് ഈസ് വാഷ് ഔട്ട് വാൽവ്? വാഷ് ഔട്ട് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ സീവേജ് പൈപ്പുകളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാൽവാണ് വാഷ് ഔട്ട് വാൽവ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇതിനകത്തുള്ള വേസ്റ്റുകളെയൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് വാഷ് ഔട്ട് വാൽവ് ഉപയോഗിക്കുക.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് എ ക്രോസ് സെക്ഷൻ ഓഫ് എ ഹൈവേസ്. ഒരു ഹൈവേ എടുക്കുകയാണെങ്കിൽ ആ ഹൈവേയുടെ ക്രോസ് സെക്ഷനിൽ ഹയസ്റ്റ് പോയിന്റിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു റോഡിന്റെ ഷേപ്പ് എന്താണ്, ഒരു പാരാബോളിക് ഷേപ്പാണ്. അതിന്റെ സെന്റർ പോർഷൻ എന്ത് ചെയ്യും, റേസ് ചെയ്തിട്ടുണ്ടാവും. ഒരു സ്ട്രെയിറ്റ് റോഡാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ പോർഷൻ കുറച്ച് റേസ് ചെയ്ത് കൊടുക്കും, രണ്ട് സൈഡിലേക്കും സ്ലോപ്പ് ആയിരിക്കും. അങ്ങനെ ആ ഒരു ഷേപ്പ്, ഒരു പാരാബോളിക് ഷേപ്പ് റോഡുകളിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ കെയിംബർ എന്ന് പറയാം അല്ലേ. എന്തിനാണ് കെയിംബർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക? കെയിംബർ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളം, അതായത് റെയിൻ വാട്ടറൊക്കെ എന്താണ് റോഡിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ റോഡിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ സൈഡുകളിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ചെരിച്ചു കൊടുത്തിട്ടുണ്ടാവും. സോ അതിനെയാണ് നമ്മൾ കെയിംബറിങ് എന്ന് പറയാം. അപ്പൊ ഈ കെയിംബറിൽ ആ കെയിംബർ പാരാബോളിക് ഷേപ്പിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. ഹയസ്റ്റ് പോയിന്റ് ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ ഹൈവേ എന്ന് പറയുന്നത് എന്താണ്, ക്രൗൺ ആണ്. അപ്പൊ കെയിംബർ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളതൊരു കർവാണ് എന്ന് വിചാരിക്കുക. കർവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ഭാഗത്തേക്കും നമുക്ക് ചെരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ അതിനൊരു സ്ലോപ്പ് കൊടുക്കും അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കർവിന്റെ ഔട്ടർ എഡ്ജ് റേസ് ചെയ്യും. ആ ഔട്ടർ എഡ്ജ് റേസ് ചെയ്യുന്നതിനെയാണ് സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ബാങ്കിങ് അല്ലെങ്കിൽ കാണ്ട് എന്നൊക്കെ പറയുന്നത്. ഇനി എന്താണ് ഫോർമേഷൻ? ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ലെവലിലേക്ക്, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ആ കൺസ്ട്രക്ഷൻ ഏത് ലെവലിലേക്കാണോ കൊണ്ടുവരേണ്ടത് ആ ലെവലിനെയാണ് നമ്മൾ ഫോർമേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ വിഡ്ത്ത് എന്നൊക്കെ പറയും അല്ലേ. ഇപ്പോൾ റോഡ് എടുക്കുകയാണെങ്കിൽ ആ റോഡ് എന്താണ്, ആ റോഡ് വരേണ്ട ലെവലിനെയാണ് ഫോർമേഷൻ ലെവൽ എന്ന് പറയാം. ഇനി എന്താണ് സ്ക്യൂ ബാക്ക്? സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ ആർച്ചിൽ വരുന്ന ഒരു ടേമാണ് സ്ക്യൂ ബാക്ക് അല്ലേ. അബട്ട്മെന്റിൽ നമ്മൾ ബ്രിക്ക് കൊടുക്കുമ്പോൾ ഒരു സ്ലോപ്പിംഗ് ഫേസിലാണ് എന്ത് ചെയ്യാറ്, ബ്രിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സ്ലോപ്പിംഗ് ഫേസിനെയാണ് നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെർട്ടിക്കൽ വിൻഡോ പ്രൊവൈഡഡ് ആണ് സ്ലോപ്പിംഗ് റൂഫ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ സാധാരണ സ്ലോപ്പിംഗ് റൂഫിൽ കൊടുക്കുന്ന വെർട്ടിക്കൽ വിൻഡോ ഏതാണ് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ഡോർമർ വിൻഡോ എന്ന് പറയാം. ഡോർമർ വിൻഡോ എന്താണ്, തള്ളിയിട്ടാണ് കൊടുക്കുക അല്ലെ, റൂഫിൽ നിന്ന് കുറച്ച് തള്ളിയിട്ടാണ് ഡോർമർ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി മറ്റൊന്ന് കോർണർ വിൻഡോ. കോർണർ വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു വാളിന്റെ അല്ലെങ്കിൽ ക്യൂണിന്റെ ഭാഗത്ത് കൊടുക്കുന്ന വിൻഡോനെയാണ് നമ്മൾ കോർണർ വിൻഡോ എന്ന് പറയുക. കോർണർ വിൻഡോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും കാറ്റും വെളിച്ചവും കിട്ടും എന്നുള്ളതാണ് കോർണർ വിൻഡോയുടെ പ്രത്യേകത. ഇനി വാട്ട് ഈസ് സ്കൈലൈറ്റ് വിൻഡോ? തന്നെ സ്ലോപ്പ് ആയിട്ട് കൊടുക്കുന്ന ഒരു വിൻഡോ ആണ് സ്കൈലൈറ്റ് വിൻഡോ. ആകാശത്തിലേക്ക് നേരിട്ട് കാണാവുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക, സ്കൈലൈറ്റ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അടുത്തത് ഗാബിൾ വിൻഡോ ആണ്. ഒരു ബിൽഡിങ്ങിന്റെ ഗാബിൾ എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന വിൻഡോനെയാണ് നമ്മൾ ഗാബിൾ വിൻഡോ എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റൂഫ് പ്രൊവൈഡഡ് ഫോർ വരാന്ത ഈസ്. വരാന്തയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റൂഫിന് എന്താണ് പറയാം? അതെന്താണ് വരാന്തയിൽ പ്രൊവൈഡ് ചെയ്യുന്ന റൂഫുകൾക്ക് പ്രത്യേകത? അത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ചെരിഞ്ഞിരിക്കുന്ന റൂഫാണ് വരാന്ത റൂഫ് എന്നുള്ളത്. സോ ഈ റൂഫിന്റെ പേര് ലീൻ ടു റൂഫ് എന്നാണ്. ഇതിനെ മറ്റു പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഒന്ന് ഐസിൽ റൂഫ് എന്ന് അറിയപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ പെൻഡ് റൂഫ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഇതിന് സ്ലോപ്പ് ഉണ്ടാവുമെങ്കിൽ അതിനെയാണ് ലീൻ ടു റൂഫ് എന്ന് പറയാം. ഈ ലീൻ ടു റൂഫിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണയായിട്ട് ഒരു കോർബൽ സ്റ്റോണിലാണ് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. പഴയ കാലത്തുള്ള വീടുകളൊക്കെ കോർബൽ സ്റ്റോണിലാണ് എന്ത് ചെയ്യുക, ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു എൻഡ്, മറ്റേ എൻഡ് പോസ്റ്റുകൾ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബ്രസിമർ കൊടുത്ത് അതിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇനി ലീൻ ടു റൂഫിന്റെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 2.4 ആണ്. ഏറ്റവും ചെറിയ സ്പാൻ ഉള്ള ഒരു റൂഫാണ് ലീൻ ടു റൂഫ് എന്നുള്ളത്. 2.4 മീറ്റർ മാത്രമേ ഇതിന്റെ മാക്സിമം സ്പാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഇനി വാട്ട് ഈസ് ഹിപ്പ് റൂഫ്? ഹിപ്പ് റൂഫ് എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തേക്ക് സ്ലോപ്പുള്ള റൂഫിനെയാണ് ഹിപ്പ് റൂഫ് എന്ന് പറയാം. ഗാബിൾ റൂഫ് ആണെങ്കിലോ 2 ഭാഗത്തേക്ക് സ്ലോപ്പുള്ള റൂഫാണ് ഗാബിൾ റൂഫ്. ഇനി വാട്ട് ഈസ് ഡെക്ക് റൂഫ്? ഡെക്ക് റൂഫിന്റെ പ്രത്യേകത 4 ഭാഗത്തേക്ക് അതിന് സ്ലോപ്പ് ഉണ്ടാവും, പക്ഷെ മുകൾ ഭാഗം എന്തായിരിക്കും, ഒരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. അപ്പൊ നമുക്കതൊരു ഡെക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂഫാണ് എന്ത്, ഡെക്ക് റൂഫ് എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെമ്പർ വിച്ച് സപ്പോർട്ട് ദ റൂഫിംഗ് മെറ്റീരിയൽ ഓഫ് എ ടൈൽഡ് റൂഫ്. ഒരു ടൈൽഡ് റൂഫിൽ ടൈൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ റൂഫിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ബാറ്റൺ ആണ്. ഇതിന്റെ ആൻസർ കീയിൽ ബാറ്റൺ എന്നാണ് വന്നിരുന്നത്. ചില സമയങ്ങളിൽ ഈ ബാറ്റണ് പകരം റാഫ്റ്റർ എന്നും ഇതിന്റെ ആൻസർ വരാറുണ്ട്. അതായത് റൂഫിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് വേണമെങ്കിൽ റാഫ്റ്റർ എന്നും പറയാം. അപ്പോൾ റാഫ്റ്ററിനും എന്ത് ചെയ്യാറുണ്ട്, കാരണം റാഫ്റ്ററിലാണ് എന്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക, ബാറ്റൺ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ബാറ്റണിലാണ് നമ്മുടെ ടൈൽഡ് റൂഫിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ചില സമയങ്ങളിൽ PSC ആൻസർ കീയിൽ റാഫ്റ്റർ എന്ന് വരാറുണ്ട്. എന്നാലും ടൈൽഡ് റൂഫ് എന്ന് അല്ലെങ്കിൽ ടൈൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ബാറ്റൺ തന്നെയാണ്.
ഇനി ഇത് ടൈൽസിന് പകരം ഷീറ്റ് ആയിരുന്നെങ്കിൽ, നമ്മൾ GI ഷീറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പർ എന്ന് പറയുന്നത് പർലിനാണ്. ഓക്കെ, അവിടെയും നമുക്ക് വേണമെങ്കിൽ റാഫ്റ്റർ എന്ന് പറയാം. ശരിക്കും റാഫ്റ്ററിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക, പർലിൻ കൊടുത്തിട്ടുണ്ടാവുക. ആ പർലിനിലാണ് എന്ത് ചെയ്യുക, ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇതിന്റെ ആൻസർ കീയിൽ വന്നിട്ടുണ്ടായിരുന്നത് ബാറ്റൺ എന്ന് തന്നെയാണ്. അപ്പൊ ബാറ്റൺ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇത് ആ പട്ടികയാണ്. ആ പട്ടികയിലാണ് എന്ത് ചെയ്യുക, ഈ റൂഫിംഗ് മെറ്റീരിയൽ ടൈൽഡ് റൂഫ് കൊളുത്തിയിട്ടിട്ടുണ്ടാവുക. ഇനി വാട്ട് ഈസ് പോസ്റ്റ്? പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ പോസ്റ്റ് എന്ന് പറയാം. ഇൻക്ലൈൻഡ് മെമ്പറിനെ നമ്മൾ സ്ട്രട്ട് എന്ന് പറയും. ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ ടൈ എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കിങ് പോസ്റ്റ് റൂഫ് ട്രസ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ എ സ്പാൻ ഓഫ്. കിങ് പോസ്റ്റ് ട്രസ്സുകൾ എത്ര സ്പാനിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ ട്രസ്സുകൾ പറയുന്നതിൽ ഏറ്റവും ചെറിയ സ്പാൻ ഉള്ള ഒരു ടൈപ്പ് ഓഫ് റൂഫ് ട്രസ് ആണ് കിങ് പോസ്റ്റ് എന്നുള്ളത്. കിങ് പോസ്റ്റിന്റെ സ്പാൻ എന്ന് പറയുന്നത് 6 to 9 മീറ്റർ ആണ്. അല്ലെങ്കിൽ ചില ആൻസർ കീകളിൽ 5 to 8 മീറ്റർ എന്ന് വരാറുണ്ട്. 6 to 9 എന്താണ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ക്യൂൻ പോസ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ക്യൂൻ പോസ്റ്റ് കുറച്ചും കൂടെ അധികം സ്പാൻ എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റൂഫ് ട്രസ് ആണ് ക്യൂൻ പോസ്റ്റ്. ക്യൂൻ പോസ്റ്റിൽ നമുക്ക് 8 to 12 മീറ്റർ വരെ അതിന് സ്പാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനേക്കാളും സ്പാൻ കൂടിയ മറ്റൊരു റൂഫാണ് മൻസാർഡ് ട്രസ് എന്നുള്ളത്. മൻസാർഡ് ട്രസ്സിൽ 18 മീറ്റർ വരെ സ്പാൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനേക്കാളും സ്പാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബെൽഫാസ്റ്റ് ട്രസ്, ബോസ്ട്രിങ് ട്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിന് 30 മീറ്റർ ആണ് സ്പാൻ എടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണയായിട്ട് ഈ ചില എക്സിബിഷൻ ഹാൾസിലൊക്കെ റൂഫ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതായിട്ട് ബോസ്ട്രിങ് പോലെ, ബോർഡർ സ്ട്രിങ് പോലെ വളഞ്ഞിരിക്കുന്ന റൂഫുകൾ കാണാം. അതെന്താണ്, മാക്സിമം സ്പാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ട്രസ്സുകൾ ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ ട്രസ്സുകൾ പറയുന്നതിൽ ഏറ്റവും കുറച്ച് സ്പാൻ ഉള്ളത് എന്താണ്, കിങ് പോസ്റ്റിനാണ്. കിങ് പോസ്റ്റിൽ 6 to 9 മീറ്റർ വരെയാണ് എന്ത് ചെയ്യുക, സ്പാൻ ഉണ്ടാവുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ക്ലേ പ്രൊഡക്റ്റ് മാനുഫാക്ചേർഡ് ഫ്രം ഓർഡിനറി ക്ലേ മിക്സ്ഡ് വിത്ത് സാൻഡ് ആൻഡ് ക്രഷ്ഡ് പോട്ടറി ഈസ് നോൺ ആസ്. ഓർഡിനറി ക്ലേയിൽ നിന്ന്, അല്ലെങ്കിൽ ഓർഡിനറി ക്ലേയുടെ കൂടെ സാൻഡ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ക്ലേ പ്രൊഡക്റ്റിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. സാൻഡ് മിക്സ് ചെയ്യുന്നു, അതേപോലെ ക്രഷ്ഡ് പോട്ടറി മിക്സ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ക്ലേ പ്രൊഡക്റ്റിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എർത്തേൺ വെയർ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ആക്ച്വലി എർത്തേൺ വെയർ? ഇപ്പൊ ഈ ഡെഫിനിഷനിൽ പറഞ്ഞത് തന്നെയാണ് എർത്തേൺ വെയർ എന്നുള്ളത്. അപ്പൊ എർത്തേൺ വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണയായിട്ട് മണ്ണിൽ നിന്ന് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ചില ക്ലേ പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ലേ? ആ ക്ലേ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യും, സാൻഡുമായിട്ട് മിക്സ് ചെയ്യും. ആ സാൻഡുമായിട്ട് മിക്സ് ചെയ്യുന്നതിൽ ക്രഷ്ഡ് പോട്ടറി, അതായത് ഇങ്ങനെ പൊട്ടിയിട്ടുള്ള പോട്ടറീസും കൂടി എന്ത് ചെയ്യും, നമ്മൾ ക്രഷ് ചെയ്ത് ചേർക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എർത്തേൺ വെയർ എന്ന് പറയുന്നത്. എർത്തേൺ വെയർ ഉണ്ടാക്കുന്നത് ലോ ടെമ്പറേച്ചറിൽ അതിനെ ബേൺ ചെയ്യുകയും അതേപോലെ തന്നെ പതുക്കെ അതിനെ കൂൾ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിലൂടെയാണ് എർത്തേൺ വെയേഴ്സ് ഉണ്ടാക്കുന്നത്. എർത്തേൺ വെയേഴ്സ് എന്ത് ചെയ്യും, അത് ഗ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപെർവിയസ് ആവും. അതുപോലെ തന്നെ ആസിഡ് അറ്റാക്കിനൊക്കെ അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഒരു നല്ല ഒരു ക്ലേ പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ക്ലേ പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ എർത്തേൺ വെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി എർത്തേൺ വെയറിന്റെ തന്നെ ഒരു എക്സാമ്പിൾ ടെറാക്കോട്ട എന്ന് പറയാം. ടെറാക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്ക്ഡ് എർത്തിനെയാണ് നമ്മൾ ശരിക്ക് ടെറാക്കോട്ട എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എർത്തേൺ വെയർ എന്ന് പറഞ്ഞാൽ, എർത്തേൺ എന്ന് പറഞ്ഞാൽ മണ്ണാണ്, ആ മണ്ണിൽ നിന്ന് ഉണ്ടാക്കുന്ന വെയേഴ്സ്, അതിനാണ് എർത്തേൺ വെയർ എന്ന് പറയാം. ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ, ടെറ എന്ന് പറഞ്ഞാൽ എന്താണ്, എർത്ത് എന്നാണ് അർത്ഥം. കോട്ട എന്ന് പറഞ്ഞാൽ ബേക്ക്, അതിന് ബേക്ക് ചെയ്യുന്നതിനെയാണ് കോട്ട എന്ന് പറയാം. അപ്പൊ ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ ബേക്ക്ഡ് എർത്തിനെയാണ് നമ്മൾ ടെറാക്കോട്ട എന്ന് പറയാം. അപ്പൊ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എർത്തേൺ വെയർ എന്ന് നമുക്ക് പറയാം. എന്നാൽ സ്റ്റോൺ വെയർ ആണ് എന്നുണ്ടെങ്കിൽ റിഫ്രാക്ടറി ക്ലേനെ നമ്മൾ സാൻഡിന് പകരം സ്റ്റോണുമായിട്ട് മിക്സ് ചെയ്യുന്നു. ആ സ്റ്റോണുമായിട്ട് മിക്സ് ചെയ്യുകയും അല്ലെങ്കിൽ ക്രഷ്ഡ് പോട്ടറി ആയിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ സ്റ്റോൺ വെയർ എന്ന് പറയാം. അപ്പൊ സ്റ്റോൺ വെയർ ഉണ്ടാക്കുന്നത് ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുകയും പതുക്കെ കൂൾ ചെയ്യുകയും ചെയ്തിട്ടാണ്. നേരത്തെ നമ്മൾ എർത്തേൺ വെയർ പറഞ്ഞത് ലോ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുകയും സ്ലോ കൂളിങ്ങിലൂടെയാണ് എർത്തേൺ വെയർസ് ഉണ്ടാക്കുന്നത്. എന്നാൽ സ്റ്റോൺ വെയർ ഉണ്ടാക്കുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ് അതിനെ ബേൺ ചെയ്യുന്നത്, എന്നിട്ട് അതിനെ പതുക്കെ കൂൾ ചെയ്യാണ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോമ്പാക്റ്റ് ആവും, അതേപോലെ തന്നെ ഇംപെർവിയസ് ആവും. ആസിഡ് അറ്റാക്കോ അല്ലെങ്കിൽ മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കെമിക്കൽ അറ്റാക്സ് ഒന്നും എന്ത് ചെയ്യില്ല, അതിൽ വരില്ല. എവിടെയാണ് നമ്മൾ ഈ സ്റ്റോൺ വെയർസ് ഉപയോഗിക്കുക? നമ്മൾ സാധാരണ സാനിറ്ററി ആർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി വാഷ് ബേസൺ, അതേപോലെ തന്നെ സീവർ പൈപ്പുകൾ, വാട്ടർ ക്ലോസറ്റ്, ഗള്ളി ട്രാപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോൺ വെയർസ് ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ എർത്തേൺ വെയർ നമ്മൾ ഡ്രെയിൻ പൈപ്പ് ഉണ്ടാക്കാനും ഇലക്ട്രിക്കൽ കേബിൾ കോൺഡ്യൂട്ട് പൈപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ
എർത്തേൺ വെയേഴ്സും ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതേപോലെ തന്നെയുള്ള ഒരു ക്ലേ പ്രൊഡക്റ്റ് തന്നെയാണ് എന്ത് ടൈൽ എന്നുള്ളതും. ടൈല് ശരിക്ക് എന്താണ് ഒരു തിൻ സ്ലാബ് ഓഫ് ബ്രിക്ക് ആണ് ശരിക്ക് ടൈൽ എന്നുള്ളത്. പല ടൈപ്പ് ഓഫ് ടൈലുകളുണ്ട്. ഡ്രെയിൻ ടൈലുണ്ട്, അതേപോലെ തന്നെ ഫ്ലോറിന് കൊടുക്കുന്ന ടൈലുണ്ട്, റൂഫിന് കൊടുക്കുന്ന ടൈലുണ്ട്, അങ്ങനെ പല ടൈപ്പ് ടൈൽസുകളുണ്ട്. അപ്പോൾ ടൈലും എന്താണ് ഒരു ടൈപ്പ് ഓഫ് ക്ലേ പ്രൊഡക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സിമെന്റ് ഫൈനസ് ടെസ്റ്റ് ഈസ് ഡൺ ഓൺ IS Sieve നമ്പർ. ഫൈനസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന IS Sieveന്റെ നമ്പർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. സീവിന്റെ സൈസ് അല്ല, മറിച്ച് IS Sieveന്റെ നമ്പർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫൈനസ് ടെസ്റ്റ്, സിമെന്റിന്റെ ഫൈനസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സീവാണ് സീവ് നമ്പർ 9 എന്നുള്ളത്. സീവ് നമ്പർ 9ന്റെ സൈസ് എന്ന് പറയുന്നത് 90 മൈക്രോൺ ആണ്. അപ്പൊ 90 മൈക്രോൺ സീവിലൂടെ നമ്മൾ എന്ത് ചെയ്യും, 100 ഗ്രാം സിമെന്റ് എടുത്തിട്ട് 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, അതിനെ സീവ് ചെയ്യും. അപ്പൊ സീവ് ചെയ്യാൻ എങ്ങനെയാണ്, റൗണ്ട് ആയിട്ട് സീവ് ചെയ്യണം, ക്ലോക്ക് വൈസിൽ സീവ് ചെയ്യണം, ആന്റി ക്ലോക്ക് വൈസിൽ സീവ് ചെയ്യണം, റൈറ്റിലും ലെഫ്റ്റിലും അങ്ങനെയൊക്കെ ആക്കി എന്ത് ചെയ്യണം, അതിനെ നന്നായിട്ട് 15 മിനിറ്റോളം നമ്മൾ സീവ് ചെയ്യും. ഇങ്ങനെ സീവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ സീവിലൂടെ സിമെന്റ് അരിച്ചരിച്ച് പോകും. അങ്ങനെ ബാക്കി അതിൽ വരുന്ന റെസിഡ്യൂ ഈ ടോട്ടൽ വെയിറ്റിന്റെ, അതായത് 100 ഗ്രാമിന്റെ 10% കൂടാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ കൂടുകയാണെങ്കിൽ അത് എന്താണ്, നല്ല സിമെന്റ് അല്ല, ഫൈനസ് ഉള്ള സിമെന്റ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. സാധാരണ ഒരു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണെന്നുണ്ടെങ്കിൽ 10%-നേക്കാൾ വെയിറ്റിന്റെ 10%-നേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, റെസിഡ്യൂ കൂടാൻ പാടില്ല. എന്നാൽ ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിമെന്റുകളുണ്ട്. ഉദാഹരണത്തിന് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്, അതേപോലെ തന്നെ ലോ ഹീറ്റ് സിമെന്റ്, പൊസലാനിക് സിമെന്റ്, ഇങ്ങനത്തെ സിമെന്റുകളൊക്കെ എടുക്കുമ്പോൾ അതിന്റെ ഫൈനസ് എന്ന് പറയുന്നത് 5%-നേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. അതിന്റെ വെയിറ്റിന്റെ 5%-നേക്കാൾ റെസിഡ്യൂ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണെങ്കിൽ 10% ആണ് പറയുന്നത്. എന്നാൽ ഈ സ്പെഷ്യൽ സിമെന്റുകൾക്ക് റാപ്പിഡ് ഹാർഡനിങ്, ലോ ഹീറ്റ്, അതേപോലെ തന്നെ പൊസലാനിക് സിമെന്റ്, അതിനൊന്നും 5%-നേക്കാൾ റെസിഡ്യൂ ഉണ്ടാവാൻ പാടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് എ ടിമ്പർ ഇസ് നോൺ ആസ്. ഒരു ടിമ്പർ എടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും പുറത്തെ ലെയറിന് എന്താണ് പറയാം, ഇതിനെ നമ്മൾ ബാർക്ക് എന്നാണ് പറയാം. ശരിക്കും ഒരു ടിമ്പറിന്റെ ഏറ്റവും പുറത്തെ ലെയറിന് നമ്മൾ ഔട്ടർ ബാർക്ക് എന്നാണ് പറയാം, അല്ലെ? അതിന്റെ തന്നെ ഉള്ളിലുള്ള ഭാഗമാണെങ്കിൽ അതിനെ ഇന്നർ ബാർക്ക് എന്ന് പറയും. പിത്ത് എന്ന് പറയുന്നത് അതിന്റെ കോർ റീജിയൻ ആണ്, ഏറ്റവും സെന്റർ പോർഷനെയാണ് നമ്മൾ പിത്ത് എന്ന് പറയുന്നത്. കാമ്പിയം ലെയർ എന്ന് പറയുന്നത് എന്താണ്, ന്യൂലി ഫോമിംഗ് ട്രീ ആണ് ശരിക്കും. അതായത് ഒരു ട്രീ എന്ത് ചെയ്യാണ്, പുതുതായി ഉണ്ടായി വരുന്നത് ആണ് എന്ത്, കാമ്പിയം ലെയർ. ഈ കാമ്പിയം ലെയർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഹാർട്ട് വുഡിന്റെയും അതേപോലെ തന്നെ ഇന്നർ ബാർക്കിന്റെ ഇടയ്ക്കായിട്ടാണ് കാമ്പിയം ലെയർ ഉണ്ടാവുക. വാട്ട് ഈസ് മെഡുലറി റേ? മെഡുലറി റേ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു ഫൈബർ ആണ്, ഫൈബർ അറൈസിങ് ഫ്രം ദ പിത്ത് ടു ദി കാമ്പിയം ലെയർ. ആ കാമ്പിയം ലെയർ വരെയും എന്ത് ചെയ്യും, പുറത്തോട്ട് വരുന്ന ആ ഫൈബറിനെയാണ് നമ്മുടെ മെഡുലറി റേസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫിഗറിൽ കാണാം. ആ പിത്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി ഭാഗത്ത് ഉള്ള ആ വുഡിനെ നമ്മൾ ഹാർട്ട് വുഡ് എന്ന് പറയും. ഹാർട്ട് വുഡ് കഴിഞ്ഞാൽ സാപ്പ് വുഡ് ഉണ്ടാവും, സാപ്പ് വുഡ് കഴിഞ്ഞാൽ കാമ്പിയം ലെയർ ഉണ്ടാവും, കാമ്പിയം ലെയർ കഴിഞ്ഞാൽ ഇന്നർ ബാർക്ക്, പിന്നെ ഔട്ടർ ബാർക്ക്. അങ്ങനെയാണ് ഒരു ടിമ്പറിന്റെ ക്രോസ് സെക്ഷൻ. കൂടുതലായിട്ട് ടിമ്പറിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ടിമ്പറിന്റെ ഒരു വീഡിയോ ഉണ്ട്, മെമ്പേഴ്സ് ഓൺലി അല്ല, കോമൺ ആയിട്ടൊരു വീഡിയോ ടിമ്പറിന്റെ മാത്രമായിട്ട് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പോർഷൻ ഓഫ് എ വാൾ ബിറ്റ്വീൻ ഫേസിംഗ് ആൻഡ് ബാക്കിംഗ് ഈസ് കോൾഡ് ആസ്. ഫേസിംഗും ബാക്കിങ്ങും, ആ ഫേസിംഗിന്റെയും ബാക്കിങ്ങിന്റെയും ഇടയ്ക്കുള്ള ആ പോർഷന് പറയുന്ന പേരെന്താണെന്നാണ്. അതിനെ നമ്മൾ ഹാർട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ, ഉള്ളിലും പുറത്ത് 2 ഭാഗങ്ങൾക്കിടയിലുള്ള ആ ഭാഗത്തിന് നമ്മൾ ഹാർട്ടിംഗ് എന്ന് പറയും. ഫേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ബ്രിക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ഫേസിംഗ് എന്ന് പറയാം. ബാക്കിൽ നിന്ന് നോക്കുന്നതിനെ നമ്മൾ ബാക്കിംഗ് എന്ന് പറയും. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ആ പോർഷനെ നമ്മൾ ഹാർട്ടിംഗ് എന്ന് പറയും. ഇനി വാട്ട് ഈസ് ക്യൂഓൺ? ക്യൂഓൺ എന്ന് പറഞ്ഞാൽ കോർണർ ബ്രിക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂഓൺ എന്ന് പറയുന്നത്. ദെൻ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിക്കിനെ എന്ത് ചെയ്യാണ്, അതിന്റെ ക്രോസ് സെക്ഷണൽ വൈസിലാണ് ലേ ചെയ്യുന്നതെങ്കിൽ ആ ലേയിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെഡർ എന്ന് പറയുന്നത്. അല്ലെ, ആ ബ്രിക്കിന്റെ ആ സൈഡിനെ അങ്ങനെ വെച്ചാൽ ആ ബ്രിക്കിന്റെ ആ സൈഡിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയാം. ലെങ്ത് വൈസിൽ വെച്ചാൽ നമ്മളതിനെ സ്ട്രെച്ചർ എന്ന് പറയും. ഇനി വാട്ട് ഈസ് സിൽ? സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിന്റെയോ അല്ലെങ്കിൽ വിൻഡോയുടെയൊക്കെ ഏറ്റവും ലോവർ പോർഷനെ, ഒരു ഡോറിന്റെയോ അല്ലെങ്കിൽ വിൻഡോയുടെയൊക്കെ ബോട്ടം പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ, സിൽ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.